ന്യൂസ് പാലക്കാട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാകപ്പെടുത്തിയെടുത്തപ്പോൾ പറയുന്നത് ബിസിനസ് ഈസ് നോട്ട് എ ബിസിനസ് ഓഫ് ദി ഗവൺമെന്റ്. ബിസിനസ് ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ജോലിയല്ല. അതുകൊണ്ട് പുതിയൊരു കണ്ടുപിടുത്തം പോലെയാണ് ഇതൊക്കെ പറയുന്നത്. ബിസിനസ് നടത്തുന്നത് ഗവൺമെന്റിന്റെ ചുമതലയാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ രാജ്യത്ത് ബിസിനസ് നടത്തുന്നതടക്കം എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും എല്ലാ ഉൽപാദന പ്രവർത്തനങ്ങളും അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും അതിന്റെ മൂല്യം കൂട്ടിച്ചേർക്കുന്ന സേവന മേഖലയിലാണെങ്കിലും ഗവൺമെന്റിന്റെ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതാണ്ട് ഭാവന വിശാചരന്മാരായിട്ടുള്ള നേതാക്കന്മാർ, ഭരണകർത്താക്കൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം തുടങ്ങി നമുക്ക് കിട്ടിയിട്ടുള്ള ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുത്തുള്ള ആസൂത്രണത്തിന്റെ കാതലതായിരുന്നു. പക്ഷെ അതെല്ലാം പതുക്കെ അട്ടിമറിച്ച് ഏതാണ്ട് പുതിയൊരു കണ്ടുപിടുത്തം പോലെ ബിസിനസ് ഈസ് നോട്ട് എ ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ്, സർക്കാരിന്റെ ചുമതലയല്ല ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ളൊരു ന്യായം കണ്ടെത്തി ഗവൺമെന്റിന്റെ അളവ് ചുരുക്കി, ഇടപെടൽ ചുരുക്കി, ഗവൺമെന്റ് വേറെന്തോ മാങ്ങ പറിക്കാൻ പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും ടാറ്റയും ബിർളയും അദാനിയും അംബാനിയും അദാനിയും ചെയ്യുന്നു, അവർ ചെയ്തോളും എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാം അവർക്ക് വിട്ടുകൊടുക്കുക, കമ്പോളത്തിന് വിട്ടുകൊടുക്കുക. ഈ നടപടികൾ ഭ്രാന്തമായി ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെതിരെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരായി പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമായി ശക്തമായി നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന CITU മാത്രമല്ല, മറ്റു തൊഴിലാളി സംഘടനകൾ BMS ഉൾപ്പെടെ ഒരു പരിധിവരെ ഒരു കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരായ പൊതു മൂവ്മെന്റിൽ ശക്തമായി സാന്നിധ്യം അറിയിച്ചിരുന്ന സംഘടനയാണ്. അങ്ങനെയാണ് ട്രേഡ് യൂണിയനുകളുടെ ഏകോപന വേദി ഇന്ത്യക്കകത്ത് സംയുക്ത വേദി, ട്രേഡ് യൂണിയനുകളുടെ സ്പോൺസറിംഗ് കമ്മിറ്റി, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഐക്യവേദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിൽ തൊഴിലാളി സംഘടനകളിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗസംഖ്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-16 കോടിയേ വരുള്ളൂ. CITUവിന്റെ മെമ്പർഷിപ്പ് 1 കോടിയേ ഉള്ളൂ. ഇന്ത്യയിൽ 11 സെൻട്രൽ ട്രേഡ് യൂണിയനുള്ളത് 1-ാം സ്ഥാനത്ത് BMS ആണ്. കേരളത്തിൽ പുറകിലാണെങ്കിലും അവർ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. HMS ഇന്ത്യയിൽ 2-ാം സ്ഥാനത്താണ്, കേരളത്തിൽ പുറകിലാണ്. INTUC 3-ാം സ്ഥാനത്താണ്, CITU 4-ാം സ്ഥാനത്താണ്, AITUC 5-ാം സ്ഥാനത്താണ്. ഇങ്ങനെയാണ് അതിന്റെ കണക്ക് പോകുന്നത്. സെൻട്രൽ ട്രേഡ് യൂണിയൻ ആകെ 15ആണ്. ഇതെല്ലാം കൂടി ചേർത്താലും പ്രാദേശികമായി STU പോലുള്ള ട്രേഡ് യൂണിയനുകൾ എടുത്താലും ആകെ ഇന്ത്യയിൽ 15 കോടി 16 കോടി ആളുകളാണ്, തൊഴിലാളികളാണ് ട്രേഡ് യൂണിയനകത്ത് മെമ്പർഷിപ്പ് എടുത്ത് എൻറോൾ ചെയ്യപ്പെട്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂട്ടായി വിലപേശാനുള്ള അധികാരം ഞങ്ങൾ നിക്ഷിപ്തമാക്കി എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരായിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ എണ്ണം ഈ 15 കോടിയാണോ? അല്ല. ഇന്ത്യയിലെ തൊഴിലാളികളുടെ എണ്ണത്തെ സംബന്ധിച്ച് കൃത്യമായൊരു കണക്കില്ലായിരുന്നു ഗവൺമെന്റിന്റെ കയ്യിലെന്നുള്ളത് ഈ അടുത്താണ് തെളിഞ്ഞത്. സുപ്രീം കോടതി കോവിഡ് വന്നപ്പോൾ കൊടുത്ത ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പരാതി ഉയർന്നപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനോട് ചോദിച്ചു, തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ കണക്ക്, അവരുടെ വരുമാനം നഷ്ടപ്പെട്ടതിന്റെ കണക്ക് കോവിഡ് കാലത്ത് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഗവൺമെന്റ് കയ്യിലുള്ളത് ആകെ ESIയും പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റിയൊക്കെ കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുള്ള ബാധകമായിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണം മാത്രമാണ്. അത് 7 കോടി കൂടുതൽ വരില്ല. ഇന്ത്യയിൽ 142 കോടിയാണ് ജനസംഖ്യ. അപ്പൊ 7 കോടിയല്ല തൊഴിലാളി, ഇതൊന്നും ഇല്ലാത്ത അസംഘടിത തൊഴിലാളികൾ, അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾ, പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, ഇവരെല്ലാം ചേർന്നതല്ലേ തൊഴിലാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ എണ്ണം നിങ്ങളെന്താ എടുക്കാത്തത്? ആ കണക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ട് ശ്രം പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ശ്രം പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്
ഓൺലൈനിൽ തന്നെ ഒരു രജിസ്ട്രേഷന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റിയും ESIയും ബാധകമല്ലാത്ത മുഴുവൻ തൊഴിലാളികൾക്കും ഇ-ശ്രം പോർട്ടലിൽ കയറി അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് അവർക്ക് അതുവഴി ആനുകൂല്യം കൊടുക്കുന്നതാണ്. 36 കോടി ആളുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് 36 കോടിയോളം ആളുകളുണ്ട്. ഈ 36 കോടി മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ, സംസ്ഥാന ജീവനക്കാർ, അധ്യാപകർ, BSNL, ട്രേഡ് യൂണിയനുകൾ വരാത്ത ബാങ്കുകൾ, ഇങ്ങനെയുള്ള ഇവരുടെ ജീവനക്കാരെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യക്കകത്ത് ഗവൺമെന്റ് തന്നെ പറയുന്നു 56 കോടി ആളുകൾ ഇന്ത്യക്കകത്ത് വിവിധങ്ങളായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവരായിട്ടുണ്ട്. ഇതാണ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. കേൾക്കുന്നില്ലേ? പുറകിൽ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പിലേക്ക് വരാൻ പറയും. ഇവിടെ മുമ്പിൽ കസേര കുറേ സൈഡിലൊക്കെ കാലി കിടക്കുക. നിങ്ങൾ ഈ പുറകിലിരിക്കുന്നവർ ഇവിടെ ഈ സൈഡിൽ വന്നിരിക്കാവുന്നവർ 10-25 പേർക്കെങ്കിലും ഇവിടെ വന്നിരിക്കാം. ഫ്രണ്ടിൽ ഈ സൈഡിൽ കസേര ഇട്ടിട്ടുണ്ട്. പുറകിൽ നിന്ന് ഇങ്ങനെ കഴുത്ത് വേദനിച്ച് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പരമാവധി മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഈ നാടകത്തിന് പറ്റുന്ന സ്റ്റേജാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, നമ്മൾ സ്വകാര്യവൽക്കരണത്തിനെതിരായ പ്രക്ഷോഭ സമരം നടത്തുന്നു, അവകാശങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭ സമരം നടത്തുന്നു. CITU അതിന്റെ മുൻപന്തിയിലാണ്. CITU മാത്രമല്ല, CITUവിന് പരിമിതിയുണ്ട്. മറ്റു തൊഴിലാളി സംഘടനകളെ കൂട്ടായി നിർത്തിക്കൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദികൾ ഉണ്ടായിരിക്കുന്നു. എന്നാലും ഇന്ത്യയിൽ നല്ലൊരു ശതമാനം തൊഴിലാളികൾ ഒരു ട്രേഡ് യൂണിയൻ സംഘടനകളിലും ഇപ്പോഴും അംഗങ്ങളല്ലാതെ നിൽക്കുകയാണ്. അവര് ഈ സംഘടിതമായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം വരുന്നുണ്ടോ? സാങ്കേതികമായി നമുക്ക് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അഭിമാനത്തോടുകൂടി പറയാം. ഇപ്പൊ കഴിഞ്ഞ പണിമുടക്ക് അതായിരുന്നു മാർച്ച് 28, 29 തീയതികളിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ പണിമുടക്ക്. ഏറ്റവും ഒടുവിലത്തെ പണിമുടക്കാണ്. 23ാമത്തെ ഇന്ത്യയിലെ പണിമുടക്ക്. ആ പണിമുടക്കിൽ 35 കോടി തൊഴിലാളികൾ പങ്കെടുത്തു. 35 കോടി. അപ്പൊ ട്രേഡ് യൂണിയനുകൾക്ക് അകത്ത് ആകെ വന്നിട്ടുള്ളത് 16 കോടിയേ ഉള്ളൂ. 35 കോടി പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾക്ക് അംഗങ്ങളല്ലാത്തവരും ഇന്ത്യയിൽ പണിമുടക്കിൽ പങ്കെടുത്തു എന്നാണ്. പക്ഷെ ഗവൺമെന്റ് പറയുന്നു 56 കോടി തൊഴിലാളിയുണ്ടെന്ന്. ശരിക്കും കണക്ക് പൂർണ്ണമല്ല. ഇന്ത്യയിൽ 142 കോടിയിൽ ഒരു 80-86 കോടിയെങ്കിലും തൊഴിലാളികളായി അധ്വാനിക്കുന്നവരാണ്. അതിലിടത്തരം തൊഴിലാളികളുണ്ട്, മേൽത്തരം തൊഴിലാളികളുണ്ട്, താഴെക്കിടയിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന തൊഴിലാളികളുണ്ട്. നിങ്ങളെപ്പോലെ 365 ദിവസവും തൊഴിലിന് വേണ്ടി ഇങ്ങനെ ടോക്കൺ ഉണ്ടോ, കയറാൻ പറ്റുമോ, കോൺട്രാക്ടറിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടോ, നമുക്ക് വർക്ക് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന, വർഷം മുഴുവനും ജോലിയില്ലാത്ത, വേഴാമ്പലും മഴക്കാറ് കാത്തു നിന്ന് തൊഴിലുണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ആഴ്ചയിൽ 2 ദിവസം പണി കിട്ടിയാൽ അതിന്റെ കാശും കൊണ്ട് തൃപ്തി അടയേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ ഈ രാജ്യത്തുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത്, ഞാനിത് സൂചിപ്പിച്ചത്, മുഴുവൻ പേരിലേക്കും അംഗസംഖ്യ വർദ്ധിപ്പിച്ച് അവരെ സംഘടിപ്പിച്ച് അവരെ കൂട്ടായ വിലപേശലിന് വേണ്ടി സംഘടിപ്പിക്കാൻ നമുക്കിതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരിമിതി CITU തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CITUവിന്റെ അംഗബലം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ടാർഗറ്റ് നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 30 ലക്ഷം മെമ്പർഷിപ്പ് കേരളത്തിൽ നമുക്കുണ്ടായത്. അങ്ങനെ നല്ല മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് KSEB-യിലെ തൊഴിലാളി സംഘടനകൾ. KSEB-യിലെ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത് പ്രധാനമായും KSEB വർക്കേഴ്സ് അസോസിയേഷൻ, പെർമനന്റുകാരുടെ സ്ഥിരം തൊഴിലാളികളുടെ സംഘടന. കോൺട്രാക്ട് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംഘടന. നമ്മുടെ സംഘടന തന്നെ വളരെ വൈകിയാണ് ഒരു സംഘടനാ രൂപത്തിലേക്ക് വന്നത്. ശിവു എന്നോട് പറയുകയാണ്, സഖാവെ 11:30 മുഴുവൻ പേരും വന്നിട്ടുള്ള, ചിലരൊക്കെ ട്രെയിനിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂണിയനൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഒരു സംസ്ഥാന കൺവെൻഷൻ വിളിക്കാറ്. സാധാരണ കമ്മിറ്റിയും ഒക്കെ വിളിക്കാറുള്ളൂ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. നമുക്കിതെല്ലാവരും അറിയാവുന്നതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ തൊഴിലാളിയെ സംഘടിപ്പിച്ച് അങ്ങോട്ട് പോകും, പാടില്ല ഇങ്ങോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് അനുസരിപ്പിച്ചൊക്കെ ഇതിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇരുത്തണമെന്നുണ്ടെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും അല്ലേ? നമ്മളാണെങ്കിൽ നല്ല അനുസരണയുള്ളവരായതുകൊണ്ട് പണി ഇത്തിരി കൂടുതലും വേണ്ടി വരും.
ഞാനും ഇങ്ങനെയെങ്കിലും ഒരു കൺവെൻഷൻ ചരിത്രപ്രസിദ്ധമായ AP കുര്യൻ എന്ന് പറയുന്ന CITയുടെ പ്രാമാണികനായിട്ടുള്ള നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ CSA എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആർട്സ് സൊസൈറ്റിക്ക് വലിയ തോതിലുള്ള സംഭാവന നൽകിയിട്ടുള്ളത് കൊണ്ട് അവര് CSAയുടെ പേര് തന്നെ AP കുര്യൻ മെമ്മോറിയൽ എന്നാക്കി. അങ്ങനെ AP കുര്യൻ മെമ്മോറിയൽ ഹാളിനകത്ത് വന്നിരുന്നൊരു ചരിത്രത്തിന്റെ നിയോഗത്തിന്റെ ഭാഗമായി വരാൻ പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾക്ക് അവസരമുണ്ടാക്കിയതിൽ ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പ്രാധാന്യം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്ത ഇതിന്റെ ചുമതലക്കാരനായിട്ടുള്ള CITയുടെ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള CITയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് സജിയെയും അതുപോലെ തന്നെ സഖാവ് വിജയൻ ഷിബു അടക്കമുള്ള ഇതിന്റെ സംസ്ഥാന നേതാക്കന്മാരെയും ഞാൻ ആത്മാർത്ഥമായി CITU സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയും നേരം പറഞ്ഞിട്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോഴാണോ ഇതൊന്നും നിർത്താൻ പോകുന്നത്? ഉച്ചയ്ക്ക് പിരിയണമെന്നും പറയുന്നുണ്ട്. ഒരുപാട് നേരം നമ്മൾ മുന്നോട്ട് പോകില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം, റിപ്പോർട്ട് വയ്ക്കും, അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ചർച്ചയുണ്ടാവും, ചർച്ചയ്ക്ക് മറുപടി ഉണ്ടാവും, നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത് പിരിയാം. ഒന്ന്, ഇത് സാധാരണ ഒരു സംഘടനാ സമ്മേളനമല്ല, ഇതൊരു കൺവെൻഷനാണ്, വിശേഷാൽ കൺവെൻഷൻ. നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിരന്തരമായ ഇടപെടൽ വേണമെന്നുള്ള സൂചനകളും സമ്മർദ്ദങ്ങളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള അഭിപ്രായ രൂപീകരണത്തിന് ഈ കൺവെൻഷൻ തീർച്ചയായിട്ടും സമയം കാണണം, അത് പ്രാധാന്യത്തോടുകൂടി കാണണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അത് മാത്രമല്ല ഈ വിശേഷാൽ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നാണ് ഏറെക്കുറെ എല്ലാവർക്കും പിടികിട്ടുന്നത്. ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ബഡ്ജറ്റിന് വേണ്ടി 1-ാം തീയതി അവതരിപ്പിച്ചു. ധൃതി പിടിച്ച് 9-ാം തീയതി പിരിയണ ദിവസം ഒരു ധവളപത്രം ഇറക്കി. ഇന്ന് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ധവളപത്രം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചിത്രം അതിനകത്ത് വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ അത് സമയമില്ല. ധവളപത്രത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ബോധപൂർവമായി വിഴുങ്ങുനീട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഒന്ന്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യമായി BJP പറയുന്ന അവകാശവാദം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവര് തന്നെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ലോകത്ത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. മറ്റൊരു സ്ഥാപനമാണ് വേൾഡ് ബാങ്ക്. ഈ രണ്ട് സ്ഥാപനങ്ങളും പറയുന്നത് ഇന്ത്യയുടെ GDP താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. GDP എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ച. അതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ GDP പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? ആകെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും പിന്നെ സേവന മേഖലയിലുമായി ഉണ്ടാകുന്ന ഉൽപാദനത്തെ അത് കറൻസിയായി കണക്കാക്കി, രൂപയായി കണക്കാക്കി, അതിനെ കോടികൾ എന്നുള്ള നിലയിൽ ജനസംഖ്യ കൊണ്ട് ഹരിച്ച് ശതമാനക്കണക്കിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആളോഹരിയായി, എല്ലാവരുടെയായി. അതിനകത്തൊരു കുഴപ്പമുണ്ട്. ടാറ്റയുടെയും അദാനിയുടെയും അംബാനിയുടെയും അതുപോലുള്ള വലിയ മുതലാളിമാരുടെയും KN ഗോപിനാഥിന്റെയും സജിയുടെയും സിബുവിന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ചെലവിലാണ് ഈ ആളോഹരി വരുമാനം കണക്കാക്കുന്നത്. ടാറ്റ എവിടെയാണ്, അംബാനി എവിടെയാണ്, അദാനി എവിടെയാണ്, നമ്മളെവിടെയാണ്? എല്ലാവരുടെയും ചെലവിൽ ഇങ്ങനെ കണക്കാക്കാൻ പാടില്ല. പക്ഷേ ആളോഹരി വരുമാനം മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ച് അതാണ് പെർസെൻറ്റേജ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് GDPയുടെ കണക്ക് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഗ്രോത്ത് ആണ് പ്രധാനമായും അടയാളമായി പറയുന്നത്. വളർച്ചയുടെ പര്യായമായി ഹാപ്പിനെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ? അവരുടെ സന്തോഷമല്ലാതെ പിന്നെ എന്ത് വളർച്ചയാണ് നിങ്ങൾ പറയുന്നത്? ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും മാത്രം വളർന്നാൽ മതിയോ? എല്ലാ മനുഷ്യരുടെയും വളർച്ച കണക്കാക്കണ്ടേ? അവിടെയാണ് ലോകത്ത് 125 രാജ്യങ്ങളുടെ കണക്കെടുത്ത് IMF പരിശോധിച്ചപ്പോൾ അതിൽ 121-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പട്ടിണി സൂചികയിലെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓട്ട മത്സരത്തിൽ മുമ്പന്തിയിലല്ല, ഏറ്റവും പുറകില. ആ കണക്ക് ധവളപത്രത്തിലില്ല.
ആ കണക്ക് ധവളപത്രത്തിലില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയെക്കുറിച്ച് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നാണ്. ഇപ്പൊ ലോകത്തെ ഇൻഡെക്സ് പറയുന്നത് ഇന്ത്യ ജനാധിപത്യത്തെ ഇത്രമാത്രം മോശമായി ചിത്രീകരിക്കുക മാത്രമല്ല, ജനാധിപത്യത്തെ അടിച്ചമർത്തുന്ന ലോകത്തിലെ ഇതേപോലൊരു രാജ്യം വേറെ ഇല്ല എന്നാണ്. യാഥാസ്ഥിക രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിലേക്കാണ് ഇന്ത്യക്കകത്ത് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത്. അതിന് ഒന്നാം തരം ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് സെഷനിൽ ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് വക്കീലുകളിലുണ്ട്. അതിനെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഹിന്ദുവൽക്കരിച്ച് നിയമങ്ങളെ മാറ്റിയത് 146 MPമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി കാലി കസേര നോക്കിയിട്ടാണ്. കാലി കസേര നോക്കിയിട്ട് ഏത് പോലീസുകാരനോ ഏത് നിയമവും നടപ്പാക്കാം. അപ്പൊ ബോധപൂർവമായി അതിനെ എതിർക്കുന്നവരെ പുറത്തു നിർത്തി, സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് അവർക്കിഷ്ടമുള്ള പോലെ നിയമങ്ങൾ പാസ്സാക്കിയത്. അതാണ് പാർലമെന്ററി ജനാധിപത്യം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, മുൻ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം ഒരിക്കൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന സന്ദർഭത്തിൽ, കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാർലമെന്റിന്റെ അതിനകത്ത് പോയി ഡയസിൽ പോയിരുന്ന, ഡയസിലല്ല പാർലമെന്റിന്റെ ഗാലറിയിൽ പോയിരുന്ന പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തെ കുറിച്ചു തൊഴിൽ നിയമ ഭേദഗതി സംബന്ധിച്ച്. അന്ന് രവീന്ദ്ര വർമ്മ എന്ന് പറയുന്ന തൊഴിൽ മന്ത്രിയായി, രവീന്ദ്ര വർമ്മ തൊഴിൽ മന്ത്രിയായി തൊഴിൽ നിയമ ഭേദഗതിക്ക് വേണ്ടി ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബിൽ അവതരിപ്പിച്ചു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് പകരമായി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബിൽ അവതരിപ്പിച്ചു. അന്ന് പി രാമമൂർത്തി ഇന്ത്യയിലെ, ഇന്ന് എളവര കരീമിന്റെ സ്ഥാനത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് ഇതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടായിരുന്നു. പി രാമമൂർത്തി ഈ അവതരിപ്പിച്ച ബില്ല് സംബന്ധിച്ച് ഡിസ്കഷൻ ആവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ശക്തമായി എന്തുകൊണ്ട് ഈ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ചർച്ച ചെയ്ത് ഞാൻ കേട്ടു. ആ ഗാലറിയിലിരുന്നു. ഇന്ദിരാഗാന്ധി ഒന്നും നോക്കിയില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് എഴുന്നേറ്റ് മറുപടി പറഞ്ഞു. ഒരുപാട് MPമാർ വീണ്ടും ഇത് സംബന്ധിച്ചുള്ള ഡിസ്കഷന് സമയം ചോദിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഷുഡ് പ്രൊമോട്ട് ഫർദർ എനി ഡിസ്കഷൻ ഓൺ ദിസ് മാറ്റർ. ഗവൺമെന്റ് സ്റ്റാൻഡ് ടു വിഡ്രോ ദ ബിൽ എന്ന്. ഗവൺമെന്റ് ഈ ബില്ല് അവതരിപ്പിച്ച ബില്ല് പിൻവലിക്കുകയാണ്. ഇനി ഫർദറായിട്ടുള്ള ചർച്ച വേണ്ട. രാമമൂർത്തി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുകൂടി ഇങ്ങനൊരു ബില്ല് ഇപ്പൊ ഇന്ത്യയിൽ നടപ്പാക്കാവുന്നതല്ല എന്ന് ഞങ്ങൾ കണക്കാക്കി പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞു. ഇതായിരുന്നു ഇന്ത്യൻ പാർലമെന്റ്. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം. ഞാൻ പണ്ട് കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പാർലമെന്റ് നടപടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ജനാധിപത്യത്തിന്റെ 2 താരതമ്യമാണ് അദ്ദേഹം ചെയ്തത്. അല്ലേ? ഈ സമീപ ദിവസങ്ങളിൽ കർഷക ഭേദഗതി നിയമം, ലേബർ കോഡുകൾ, ഇതെല്ലാം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി വോട്ടിനിടാൻ ബഹളമായി. വോട്ടിനിടാതെ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കി അതിനിടയിൽ പാസ്സാക്കി എന്ന് പറയുക. വോട്ടിനിടുന്നില്ല. യേസ് പറയേണ്ടവരെ കൊണ്ട് യേസ് പറയിപ്പിക്കുക, നോ പറയുന്നവരൊക്കെ നോ പറയിപ്പിക്കുക. എന്നിട്ട് അത് കൗണ്ട് ചെയ്ത് ഡിജിറ്റിലൂടെ കാണിച്ച് ഈ ബില്ല് പാസ്സായി എന്ന് പറയാം, കുഴപ്പമില്ലല്ലോ. പക്ഷെ അതിന് പകരം അതില്ല. ബഹളം ഉണ്ടാക്കി ശബ്ദ വോട്ടോടുകൂടി പാസ്സായിരിക്കുന്നു എന്ന് സ്പീക്കർ ഡിക്ലെയർ ചെയ്യുക. ഇത് കർഷക നിയമം അങ്ങനെ പാടില്ല. ലേബർ കോഡുകളുടെ കാര്യത്തിൽ അങ്ങനെ പാടില്ല. ഇത് ചർച്ചയ്ക്ക് വേണം. അതുകൊണ്ട് നിരങ്ങളിൽ നടപ്പാക്കുന്ന നടപടി ശരിയല്ല. അതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് വോട്ടിനിടണം എന്ന് എളവരങ്കരി പാർലമെന്റിൽ രാജ്യസഭയിൽ അദ്ദേഹം ഉപനേതാവ് എന്നുള്ള നിലയിൽ എഴുന്നേറ്റ് ശബ്ദിച്ചപ്പോൾ അന്നത്തെ രാജ്യസഭയിലെ അധ്യക്ഷനായിട്ടുള്ള വെങ്കയ്യ നായിഡു, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല പൊക്കമാണ്, 6-7 അടി പൊക്കമുണ്ട്. ആ സ്പീക്കറുടെ കസേരയിലേക്കകത്ത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് ഇരുന്നാൽ മതി, എഴുന്നേറ്റാൽ മതി. ഭയങ്കര അജാന ബാഹുവാണ്. എളവരെങ്കിലും വെറും ആ പാർലമെന്റിനകത്ത് വെറും ഒരു തീഗ്രിയെ പോലെ കാണുള്ളൂ. പക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ശൗര്യത്തിനോട് ഈ ബഹളം ഉണ്ടാക്കുന്ന കേട്ടിട്ട് കളിയാക്കിക്കൊണ്ട് പറയാം, മിസ്റ്റർ കരീം, യു റിമെമ്പർ, ഇതൊക്കെ വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ വാട്സപ്പിനകത്ത് പ്രചരിപ്പിച്ചതാ. ഞാനത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. പാർലമെന്ററി ജനാധിപത്യം പറഞ്ഞതുകൊണ്ട് അത് ഓർമ്മ വന്നത്. രണ്ടാമത്തെ കാര്യം, മിസ്റ്റർ കരീം, യു റിമെമ്പർ, ഞങ്ങൾക്ക് ഈ പാർലമെന്റിനകത്ത്, ഈ സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് നിങ്ങളിവിടെ കിടന്ന 4-3-7 ആളുകൾ ഊക്കി വിളിച്ചാലും ഞങ്ങൾ ഈ ബില്ല് പാസ്സാക്കും.
യു പ്ലീസ് സിറ്റ് ഡൗൺ, യു പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുക, ഇങ്ങനെ കളിയാക്കിക്കൊണ്ട്. എല്ലാവരെയും തിരിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഹോണറബിൾ ചെയർ. ചെയറിനെ നോക്കിക്കൊണ്ടാണ്, മിസ്റ്റർ വെങ്കയ്യ നായിഡുവിനെയാണ്. ഹോണറബിൾ ചെയർ, യു മൈൻഡ് യുവർ വേർഡ്സ്. എന്താ പറയുക, നമുക്ക് ആവേശം ഉണ്ടായി. യു മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക. ഞാൻ ഒരാളോ അല്ലെങ്കിലും പാർലമെന്റിൽ പല്ലും നഖം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളിയുടെയും കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ ഈ പാർലമെന്റിൽ പറയും. അതിന് പിന്തുണയുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കുന്നില്ല. എനിക്കറിയാം, പാർലമെന്റിന് പുറത്ത് കൃഷിക്കാരും തൊഴിലാളികളും കോടിക്കണക്കിന് ആളുകൾ എന്റെ ശബ്ദം കേൾക്കാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് അത് മതി. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ഞാൻ ഇരിക്കുന്നില്ല. ഇത് വോട്ടിനിടണമെന്നുള്ള അഭിപ്രായം ഞാൻ വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഡെസ്കിൽ ഇരിച്ചു. നമുക്കൊരു ആവേശം ഉണ്ടായതാണ്. നിങ്ങൾക്കും ആവേശം വല്ലതും ഉണ്ടായോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല സാർ. ഞാനിപ്പോ പറഞ്ഞപ്പോ ആവേശം ഉണ്ടായോ? അപ്പോഴും ഉണ്ടായില്ല. രോമാഞ്ചം ഉണ്ടായോ? ഇല്ല, ഇങ്ങനെയൊക്കെ പല്ലും നഖവും എടുത്ത് ഫൈറ്റ് ചെയ്യുന്നവർ 2-3 പേരാണെങ്കിലും പാർലമെന്റിനകത്ത് പോയാൽ കൊത്തിപ്പറിക്കുമെന്നുള്ള ഉറപ്പായില്ലേ? കഴിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. മാർക്കറ്റിൽ അവൈലബിൾ അതായിട്ടുള്ളൂ. നാടൻ കോഴിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ചിക്കന്റെ, ബ്രോയിലർ ചിക്കന്റെ സ്വഭാവം കാണിക്കരുത്. നിങ്ങളോടാ. നാടൻ കോഴിയാണെങ്കിൽ ഒന്ന് കൊത്തിപ്പറിക്കും അല്ലേ? ഇത് ജീവൻ ഉണ്ടാവില്ല, കൊല്ലാൻ വേണ്ടി മാത്രമാണ്. അങ്ങനത്തെ സ്വഭാവം നിങ്ങൾ കാണിക്കാൻ പാടില്ല. ചിക്കൻ കഴിച്ചോ, സ്വഭാവം കാണിക്കരുത്. ഒരു കൊതുക് വന്ന് മേത്തിരുന്ന് കടിച്ചാൽ അത് ചോര കുടിക്കുന്നവരെ ഇങ്ങനെ നോക്കിയിരിക്കും. കുടിച്ചോ കൊതുക് ഇങ്ങനെ പറയൂ. അടിച്ചു കൊല്ലണ്ടേ? എന്റെ ചോര കുടിക്കാണെന്ന് തോന്നണ്ടേ? അങ്ങനല്ലേ റിയാക്ഷൻ അല്ലേ? വേണ്ടേ? വേണ്ടേ? ഞാൻ പഴയൊരു സിനിമ ഓർക്കുകയാണ്. സിനിമയിലെ കരമന ജനാർദ്ദനൻ നായരാണ് കഥാപാത്രം. സിനിമയുടെ പേര് ഞാൻ ഇപ്പൊ പെട്ടെന്ന് വിളിയിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അദ്ദേഹം ഒരു പേപ്പർ വായിച്ച് ഉമ്മറത്ത് കോലായിൽ, അന്ന് ഉമ്മറം കോലായിൽ എന്ന് പറഞ്ഞത്, കോലായിൽ ഒരു ചാരി കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തെ കാണാൻ പാടില്ല, പത്രം ഇങ്ങനെ വായിക്കുക. ഒരു ഓടിട്ട വീടായതുകൊണ്ട് അടുക്കളയിൽ ഈ ഉമ്മറത്തോട് ചേർന്നാണ്, കോലായിയോട് ചേർന്നാണ് അടുക്കള. അടുക്കളയിലെ ഗ്രില്ലി കരിഞ്ഞ് പുക വന്ന് ആ ഗ്രില്ല് എങ്ങനത്തെ പുകയാണ്, അതിൽ കൂടി പുക ഇങ്ങനെ വരുന്നുണ്ട്. ഊതണ അടുപ്പാണ്. മകളുടെ ശബ്ദം കേൾക്കാം. അച്ഛാ, ദേ തുളസി തറയിലെ തുളസി മുഴുവനും ആട് വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, അത് തീർത്തു, ആ ആടിനെ ഒന്ന് ഓടിക്കും എന്ന അടുക്കളയിൽ നിന്ന് മകളുടെ ശബ്ദം. ക്യാമറ പതുക്കെ തുളസി തറയിലേക്ക് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫ്രെയിമിനകത്ത് കാണുന്ന ആട് തുളസി കടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞിട്ട് ക്യാമറ ഇപ്പുറത്തേക്ക് കാണിക്കുക. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ആ പത്രം ഒന്ന് മാറ്റി ഈ തുളസി ആട് നിന്ന് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഷോടെ എന്ന് പറയുമ്പോഴേക്കും മിക്കവാറും കട വരെ ആട് നിന്നു. അതേസമയം എഴുന്നേറ്റ പത്രം അവിടെ വെച്ചിട്ട് ആടിനെ ഒന്ന് വരട്ടി അങ്ങ് ഓടിച്ചിരുന്നെങ്കിലോ? എന്താ കാണിച്ചത് ഈ സിനിമ? ഇങ്ങനെ മടിയനായ ഒരാൾ, പ്രതികരണമില്ലാത്തവർ. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അധികാരി വർഗത്തിന് ആവശ്യം. പ്രതികരിക്കുന്നവരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ജനാധിപത്യം ധ്വംസിക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്റെ റാങ്കിങ്ങിൽ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യമായിട്ടുള്ള രാജ്യം ഇന്ത്യ ഇന്ന് ജനാധിപത്യം ഹംസിക്കുന്ന ലോകത്തെ, ജനാധിപത്യം ധ്വംസിക്കുന്ന രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി മാറി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് KCB കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തക കൺവെൻഷനിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് സംസാരിക്കുന്നുണ്ട്.